ദൗത്യത്തിലെ അടിപൊളി ഒരു എപ്പിസോഡ് വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ നേരം വെളുത്തപ്പം തന്നെ മാഷി എണീക്കുന്നുണ്ട്. മാഷി എണീച്ചിട്ട് കമലമ്മയെ വിളിക്കുന്നുണ്ട്. അപ്പം കമലമ്മ ഒന്നും മിണ്ടാതെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം മാഷി തന്നെ പറയുന്നുണ്ട്, എനിക്ക് നീ കുറച്ച് നേരം ഇവിടെ കിടന്ന് ഉറങ്ങിക്കോ. ഇന്നലെ രാത്രി ഒത്തിരി കരഞ്ഞും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സ് വേദനിച്ചിട്ടല്ലേ കിടക്കുന്നത്. ഇനി മുതൽ ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ രാത്രിയിൽ ഇങ്ങനെ കരഞ്ഞ് കിടക്കുന്ന സ്വഭാവം വേണ്ട എന്ന് മാഷ് പറയുകയാണ്. അപ്പം ഇതൊക്കെ കേട്ടുകൊണ്ട് കിടക്കുകയാണ് കമലമ്മ. ഇങ്ങനെ കണ്ണടച്ച് തന്നെ കിടക്കുകയാണ്. എന്നിട്ട് നീ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ചിന്തിച്ച്, നീ പോയി കഴിഞ്ഞാൽ ഞാൻ ഈ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന കാര്യം, ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കല്ലേ, വിശ്വത്തിൻ്റെ കൂടെ പോകണമെന്നൊക്കെ നീ പറഞ്ഞല്ലോ. അങ്ങനൊന്നും സംഭവിക്കത്തില്ല കമലെ. കാരണം ഈ അസുഖമൊക്കെ വന്ന് എല്ലാവർക്കും ഇങ്ങനെ തോന്നും, ഞാൻ മരിച്ചു പോകുന്നു. പക്ഷേ ഭാര്യമാർക്ക് അങ്ങനെ തോന്നുമെങ്കിലും ആദ്യം മരിച്ചു പോകുന്നത് ഭർത്താക്കന്മാരായിരിക്കും. കാരണം ഭർത്താക്കന്മാർക്ക് ഭാര്യമാരില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. അത് നിനക്കറിയാവോ? പക്ഷേ ഭാര്യമാരോ അങ്ങനെയല്ല, മക്കളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അവർക്ക് ഏത് സാഹചര്യമായിട്ട് അഡ്ജസ്റ്റ് ജീവിക്കാൻ പറ്റും. പക്ഷേ ഭർത്താക്കന്മാർക്ക് അത് പറ്റത്തില്ല. അതുപോലെ തന്നെ സുഖമില്ലാത്ത ഭാര്യമാർ ആദ്യം വിചാരിക്കും ഞാനാണ് ആദ്യം പോകുന്നതെന്ന്. പക്ഷേ അങ്ങനെ ആയിരിക്കത്തില്ല സംഭവിക്കുന്നത്. ഒരു അസുഖവും ഇല്ലാതെ ഒരു കുഴപ്പമില്ലാത്ത ഭർത്താക്കന്മാരായിരിക്കും ഒരു ദിവസം ഡും എന്നും പറഞ്ഞങ്ങ് പോകുന്നത്. അതുപോലെ തന്നെ ആയിരിക്കും ആദ്യം ഞാൻ തന്നെ ആയിരിക്കും പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ മാഷ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കമലമ്മ അവിടെ തന്നെ ഇങ്ങനെ കിടക്കുകയാണ്, കണ്ണടച്ച് ഇങ്ങനെ തന്നെ കിടക്കുകയാണ്. അപ്പോഴാണ് മാഷ് കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്തായാലും നീ കുറച്ച് നേരം ഇവിടെ കിടന്നു, ഞാൻ പോയി ഒരു കാപ്പിയൊക്കെ ഇട്ടുകൊണ്ട് വരാമെന്നും പറഞ്ഞിട്ട് മാഷങ്ങ് പോവുകയാണ്. അങ്ങനെ മാഷ് പോയി മുഖമൊക്കെ കഴുകി വൃത്തിയായി ചായയൊക്കെ ഇട്ടുകൊണ്ട് വരികയാണ്. ഇട്ടുകൊണ്ട് വന്ന് നോക്കുമ്പോൾ കട്ടിലെ ആളെ കാണുന്നില്ല. അപ്പോൾ മാഷ് വിചാരിക്കുകയാണ് കമല എവിടെ പോയി എന്നും പറഞ്ഞിട്ട് അവിടെ എല്ലാം കമലേ എന്നും പറഞ്ഞ് വിളിച്ച് നടക്കുകയാണ്. ഈ സമയത്താണ് അകത്തുനിന്ന് മുറിയിൽ നിന്ന് ഒരു സൗണ്ട് കേൾക്കുന്നത്. ചെന്ന് നോക്കുമ്പോൾ കമലമ്മ താഴെ വീണ് കിടക്കുന്ന ഫിക്സ് വന്ന് കിടക്കുകയാണ്. മാഷാണെങ്കിൽ നന്നായിട്ട് പേടിക്കുന്നുണ്ട്. കമലമ്മയെ കുറേ വട്ടം വിളിക്കുന്നുണ്ട്. അതിനുശേഷം നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ പേടിച്ച് വിളിച്ച മാഷാണെങ്കിൽ കമലമ്മയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോവാണ്. നേരെ ഐസിയുവിലേക്ക് കയറ്റുവാണ്. ആകപ്പാടെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ഒറ്റയ്ക്കേ ഉള്ളൂ. വിശ്വത്തെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വിശ്വവും ശ്രീജയും കൂടെ ഓടി എത്തുന്നുണ്ട്. അപ്പം ഓടി വന്നിട്ട് മാഷിൻ്റെ അടുത്തൊന്ന് ചോദിക്കുന്നുണ്ട്, അച്ഛാ എന്ത് പറ്റി അമ്മയ്ക്ക് എന്ത് പറ്റി അച്ഛാ എന്ന് ചോദിക്കുകയാണ്. ആദ്യമൊന്നും വിശ്വം വിളിക്കുമ്പോൾ മാഷ് അത് കേൾക്കുന്നില്ല. മാഷ് മറ്റൊരു ലോകത്താണ്. പെട്ടെന്ന് വിശ്വത്തെ കാണുമ്പോൾ പൊട്ടിക്കരയുകയാണ് മാഷ്. അപ്പോൾ ഇത് കാണുമ്പോൾ ശ്രീജയ്ക്കും വിശ്വത്തിനും നല്ല സങ്കടമാകുന്നുണ്ട്. അമ്മയ്ക്ക് വയ്യാതായടാ, എന്ത് പറ്റിയെന്നൊന്നും അറിയത്തില്ല, പെട്ടെന്നങ്ങ് വയ്യാതായി. ഇത് വയ്യാതാവാൻ എന്താ കാരണമെന്ന് വിശ്വം ചോദിക്കുന്നുണ്ട്. എനിക്കറിയത്തില്ലടാ, പെട്ടെന്ന് അവൾക്ക് വയ്യാതായെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് വിശ്വമാണെങ്കിൽ പിന്നെ ചായയൊക്കെ വാങ്ങിക്കാൻ പുറത്തോട്ട് പോയിട്ട് വരികയാണ്. ആ സമയത്ത് ശ്രീജ അങ്ങോട്ടൊരു തുണ്ടുമായിട്ട് വരികയാണ്. നീ എങ്ങോട്ട് പോകുന്നു ചോദിക്കുന്നത്. അതെ, അമ്മയ്ക്കൊരു മരുന്ന് എടുക്കണമെന്ന് പറഞ്ഞു, അതെടുക്കാൻ പോവുക. എന്നെങ്കിൽ നീ ഈ ചായ കൊണ്ടുപോകും, ഞാൻ മരുന്ന് എടുത്തോണ്ട് വരാമെന്ന് പറയാണ്. ഉടനെ ശ്രീജ ചോദിക്കുന്നുണ്ട്, വിനായകനെ അറിയിക്കണ്ടായോ? അപ്പം വിശ്വം ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്താ പറഞ്ഞ്? അച്ഛൻ്റെ അടുത്ത് ഇപ്പം ചോദിക്കാൻ പറ്റത്തില്ലല്ലോ. എന്തായാലും വിനായകനോട് അമ്മയ്ക്ക് സുഖമില്ലാത്ത കാര്യം അറിയിക്കണ്ടേ ചോദിക്കുകയാണ്. അത് ഞാൻ വിളിച്ച് പറയാമെന്ന് വിശ്വം ശ്രീജയുടെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ മരുന്നെടുക്കാനായി വിശ്വം അങ്ങ് പോവുകയാണ്. അങ്ങനെ ഹോസ്പിറ്റലിലെ ഐസിയുവിൻ്റെ ഫ്രണ്ടിൽ തന്നെ എല്ലാവരും ഇരിക്കുകയാണ്. അപ്പം മാഷിനെ അകത്തേക്ക് വിളിക്കുന്നുണ്ട്. മാഷിനെ കാണാൻ അനുവാദം കൊടുക്കുന്നുണ്ട്. അങ്ങനെ മാഷി ചെന്ന് കമലമ്മയെ കാണുന്നുണ്ട്. അപ്പോഴും കമലമ്മയ്ക്ക് നല്ല അസുഖം കൂടിയിരിക്കുകയാണ്. കയ്യിലൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. നല്ല സങ്കടത്തോടെ തന്നെയാണ് ഇരിക്കുന്നത്. അതിനുശേഷം മാഷാണെങ്കിൽ കമലമ്മയെ കണ്ടതിന് ശേഷം പുറത്തോട്ട് വരികയാണ്. ഈ സമയത്ത് വിനായകനും ഭാര്യ നന്ദിനിയും കൂടെ ഓട്ടയെ വന്നിറങ്ങിയാണ്. അപ്പോൾ നന്ദിനി ഇറങ്ങിയ ഉടനെ കുശുമ്പ് തുടങ്ങിയാണ്. നന്ദിനി വിനായകൻ്റെ അടുത്ത് പറയാണ്, നിങ്ങളാണെങ്കിലേ ഇപ്പോൾ ഓടിപ്പിടിച്ച് അങ്ങോട്ട് പോകുകയൊന്നും വേണ്ട, അത്ര വലിയ താല്പര്യമൊന്നും കാണിക്കണ്ട. അമ്മയ്ക്ക് സുഖമില്ലാതായിട്ട് നിങ്ങളെ വിളിച്ചാരും പറഞ്ഞില്ലല്ലോ. അപ്പോൾ വിനായകൻ പറയുന്നുണ്ട്, എന്നെ വിശ്വേട്ടൻ ഒന്ന് വിളിച്ചു പറഞ്ഞില്ലേ? വിശ്വേട്ടനല്ലേ വിളിച്ചു പറഞ്ഞത്, അച്ഛൻ വിളിച്ച് പറഞ്ഞില്ലല്ലോ. വിശ്വേട്ടനെ അച്ഛൻ വിളിച്ചു പറഞ്ഞു, നിങ്ങളാരും വിളിച്ചു പറഞ്ഞില്ലല്ലോ. അത്രയേ ഉള്ളൂ നിങ്ങളോടുള്ള സ്നേഹം. അപ്പോൾ വിനായകൻ പറയുന്നുണ്ട്, നിനക്കൊന്നും മിണ്ടായിരുന്നുണ്ടോ, നീ എന്തിനിങ്ങനെയാണ് സംസാരിക്കുന്നത് ചോദിക്കുകയാണ്. ഞാൻ മിണ്ടുന്നതാ പ്രശ്നം, ഞാൻ പറഞ്ഞ സത്യം തന്നെ. നിങ്ങൾക്ക് അത്ര വലിയ അമ്മ സ്നേഹമൊന്നും കാണിക്കണ്ട. നിങ്ങളെ ആരും വിളിച്ച് പറഞ്ഞില്ലല്ലോ. നിങ്ങളെ വിളിച്ചു പറഞ്ഞത് വിശ്വേട്ടന. മക്കളെ രണ്ട് രീതിയിലാണ് നിങ്ങളുടെ അച്ഛനും അമ്മയും കാണുന്നതെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴും കുറ്റം പറഞ്ഞാണ്. അവസാനം വിനായകൻ വഴക്ക് പറഞ്ഞ് നന്ദിനിയായിട്ട് അകത്തോട്ട് ചെല്ലുകയാണ്. അകത്തോട്ട് ചെല്ലുമ്പം തന്നെ അവിടെ വിഷമിച്ചിരിക്കുന്ന വിശ്വത്തെയും ശ്രീജയും കാണുകയാണ്. അപ്പോൾ ശ്രീജയെ കാണുമ്പോൾ അവർ രണ്ടുപേരെയും കാണുമ്പോൾ തന്നെ ഓടി ചെല്ലുന്നുണ്ട്. അപ്പോൾ വിനായകൻ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി വിശ്വേട്ട, അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. എന്തോന്ന് അറിയത്തില്ലടാ, പെട്ടെന്ന് തന്നെ സുഖമില്ലാതായി, മനസ്സ് വിഷമിക്കാൻ ഇഷ്ടംപോലെ കാരണങ്ങളുണ്ടല്ലോ എന്ന് പറയാണ്. അത് ശരിയാ, മനസ്സ് വിഷമിക്കാൻ ഒത്തിരി കാരണങ്ങളുണ്ട്, അത് ശരിയാ. പിന്നെ വിക്രത്തിൻ്റെ കാര്യം ഓർത്തിട്ട് അമ്മയ്ക്ക് ഇത്ര വിഷമമാണെങ്കിൽ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ അവൻ ജയിലിൽ പോകുന്നത്, ഇതിനു മുമ്പും പോയിട്ടുണ്ട്. പിന്നെന്തുവാ, പിന്നെ വീട്ടിലേക്ക് കയറി വന്നപ്പോഴേ കുടുംബം നശിപ്പിക്കുമെന്നും പറഞ്ഞ് കയറി വന്നവളുണ്ട് വിക്രത്തെ നശിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നടന്നല്ലോ. ഇത് കേൾക്കുമ്പോൾ ശ്രീജ പറയാണ്, നിനക്കൊന്നും മിണ്ടായിരുന്നുണ്ട്, ഇത്രയും വർഷമായില്ലേ, ഇത്രയും കാലമായില്ലേ, ഇനിയെങ്കിലും വേറെ കുറ്റം പറയുന്നത് അങ്ങ് നിർത്തിക്കൂടെ?
നിങ്ങൾക്ക് വേദയെ കുറ്റം പറയുന്നതാ കുഴപ്പം. നോക്കിക്കോ, ഒരു ദിവസം അവൾ വേറൊരുത്തിന് ഒരു കൊച്ചുമായിട്ട് വന്ന് കയറും, അന്ന് മനസ്സിലാവുമെന്ന് പറയാണ്. അപ്പം വിശ്വത്തിന് സഹിക്കാൻ മേല. വിശ്വം മിണ്ടാതിരിക്കും. ഒന്ന് മിണ്ടായിരുന്നുണ്ടെന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് വിനായകൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നിനക്ക് ഒറ്റയ്ക്ക് വന്നാൽ പോരെ, ഇവളെയും കൂടെ വിളിച്ചുകൊണ്ട് വന്നേ എന്തിനാന്ന് ചോദിക്കുകയാണ്. അപ്പം ഉടനെ നന്ദിനി പറയാണ്, അതെ അങ്ങേരെ ഒരു സ്ഥലക്കച്ചവടത്തിന് പോയിരിക്കുന്നതാണ്, ഞാനാ പറഞ്ഞത് ഇന്ന് തന്നെ അമ്മയെ കാണാൻ പോകണമെന്ന്, അല്ലെങ്കിൽ അയാൾ വരത്തില്ലായിരുന്നു, ഞാൻ പറഞ്ഞതുകൊണ്ട് അങ്ങേര് ഇങ്ങോട്ട് വന്നേന്ന് പറയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ വിശ്വ ഇങ്ങനെ വിനായകനെ നോക്കുന്നുണ്ട്. വിനായകൻ പറയാണ്, അത് അവൾ പറഞ്ഞാൽ ശരിയാ, ഞാനൊരു കച്ചവടത്തിൽ പോകാൻ ഇറങ്ങിയത്, അപ്പോഴാണ് വിശ്വട്ടം വിളിച്ചു പറഞ്ഞതെന്ന് പറയാണ്. ഇതൊക്കെ ദൂരം മാറിയത് ഭയങ്കര സങ്കടത്തോടെ മാഷിനെ കേട്ടോണ്ടിരിക്കുകയാണ്. മക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുന്നതും അമ്മയെ കാണാൻ വരുന്നതിൻ്റെ കാര്യം പറയുന്നതും വിക്രത്തെ കുറ്റപ്പെടുത്തുന്നതെല്ലാം ദൂരെ മാറി നിന്ന് മാഷി കേൾക്കുന്നുണ്ട്. ഈ സമയത്ത് അങ്ങ് വേദ ഇങ്ങനെ കിടക്കുവാണ്. കിടക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങോട്ട് നമ്മുടെ സേതുലക്ഷ്മി വരികയാണ്. അമ്മ എന്താ പെട്ടെന്ന് വന്നേ, രാധികയ്ക്ക് ഇപ്പം എങ്ങനെയുണ്ട്? രാധികയ്ക്ക് പ്രഷറൊക്കെ ഇച്ചിരി ഡൗൺ ആയി. അപ്പം അവർ ICUയിലേക്ക് മാറ്റി. അപ്പോഴവിടെ നിന്നപ്പോഴാണ് മോടെ കാര്യം ഓർത്ത്, അതാ ഒന്ന് ഓടി വന്ന് നോക്കാമെന്ന് വെച്ചത്. അമ്മ പൊക്കോ, ഞാനിവിടെ കിടന്നോളാം, അവിടെ രാധികയ്ക്ക് അടുത്ത് ആൾ വേണ്ടേ? അവരകത്തോട്ടൊന്നും കേട്ടത്തില്ല മോളെ, പുറത്തിരിക്കാനേ പറ്റത്തുള്ളൂ. കുറേ നേരം ഇരുന്നപ്പോൾ മോടെ കാര്യം ആലോചിച്ച് അതാ ഇങ്ങോട്ട് വന്നതെന്ന് പറയാണ്. അപ്പോൾ എന്നെ വേദ എണീച്ചിട്ട് ചോദിക്കുകയാണ്, രാധിക ഒരു ഓർഫണ അല്ലേ എന്ന് ചോദിക്കുകയാണ്. അതേ മോളെ, ആര് പറഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട്. അത് ഞാനിവിടെ കിടന്നപ്പം തരുൺ വന്ന് രാധികയടുത്ത് സംസാരിക്കുന്നത് കണ്ട് ഏതൊക്കെയോ കലാപത്തിൽ അച്ഛനും അമ്മയൊക്കെ നഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ട്. അപ്പം സേതുലക്ഷ്മി പറയാണ്, അത് ശരിയാ, ഇത്രയും നല്ലൊരു കൊച്ചിനെ ഞാൻ കണ്ടിട്ടില്ല, അത്രയ്ക്ക് പാവമാ അവൾ. തരുൺ ഒരു അനാഥ കുട്ടിയെ സ്നേഹിക്കുന്നതിന് ആദ്യം വന്ന് എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷവും അതുപോലെ അവനോട് ബഹുമാനവും തോന്നിയത്. ആ കുട്ടിക്കൊരു ജീവിതം കിട്ടുമല്ലോ എന്ന്. അവൾ വന്നതിന് ശേഷം ഞങ്ങളുടെ വീട് സ്വർഗ്ഗമായിരുന്നു. ഇത്രയും സന്തോഷിച്ച നാളുകളില്ല. അതിനുശേഷം അവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ അതിലേറെ സന്തോഷിച്ച് അന്ന് ആ മാളിലേക്ക് പോയി ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ എന്തുമാത്രം സന്തോഷിക്കേണ്ടതാണ് എൻ്റെ മോനും രാധികയും എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സേതുലക്ഷ്മിക്ക് ഒരു കോൾ വരികയാണ്. അപ്പം കോൾ എടുത്തതിന് ശേഷം കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഫോൺ വെച്ചതിന് ശേഷം സേതുലക്ഷ്മി പറയുന്നുണ്ട്, ICUന്നാണ് വിളിച്ചേക്കുന്നത്, പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലട്ടെ, എന്തോ രാധികയ്ക്ക് എന്തോ പ്രശ്നം എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അങ്ങ് പോവുകയാണ് സേതുലക്ഷ്മി. ഈ സമയത്ത് നാട്ടിലാണെങ്കിൽ കമലമ്മയ്ക്ക് അസുഖങ്ങൾ കൂടിയാണ്. അപ്പം നേഴ്സ് വന്ന് പുറത്ത് പറയുന്നുണ്ട്, മാഷിനെ അകത്തേക്ക് വരാൻ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ മാഷകത്ത് പോയി കമലമ്മയെ കാണുന്നുണ്ട്. അതിനുശേഷം ഡോക്ടർ പറയുന്നുണ്ട്, അസുഖം ഇച്ചിരി കൂടുതലാണ്, ആർക്കെങ്കിലും വന്ന് കാണണമെങ്കിൽ വന്ന് കാണാം, ഓരോരുത്തർക്ക് വന്ന് കാണാം, അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കാമെന്ന് മാഷിൻ്റെ അടുത്ത് ഇങ്ങനെ പറയാണ്. ഇത് കേൾക്കുമ്പോൾ മാഷ് ആകപ്പാടെ തകർന്നു പോകുന്നുണ്ട്. അങ്ങനെ കമലമ്മയെ കണ്ടതിന് ശേഷം മാഷ് ICUന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇറങ്ങുമ്പോൾ ഉടനെ വിശ്വവും വിനായകനും ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റിയച്ചാ എന്ന് ചോദിക്കുന്നുണ്ട്. ആർക്കെങ്കിലും കയറി കാണണമെന്നുണ്ടെങ്കിൽ കാണാം, ഓരോരുത്തർ വീതം കാണണമെന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ നന്ദിനി പറയണം, അയ്യോ നല്ല ജീവനത്തോടെ അമ്മയൊന്നും കാണാൻ പറ്റിയില്ലല്ലോ എന്നും പറഞ്ഞ് ഭയങ്കര കരച്ചിലൊക്കെ കാണിക്കുമ്പോൾ മാഷ് പറയാണ്, നന്ദിനി നീ കുറച്ചങ്ങ് അടങ്ങ്, നീ കാണിക്കുന്നതൊന്നും എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്, അകത്ത് കിടക്കുന്ന ആൾക്ക് പ്രതികരിക്കാൻ കഴിവില്ലെന്നേ ഉള്ളൂ, പക്ഷെ നീ പറയുന്നത് ചെയ്യുന്നതെല്ലാം അയാൾക്ക് മനസ്സിലാവുന്നുണ്ട്. എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ അയാളുടെ ജീവൻ പോകുന്നവരെ നിൻ്റെ ഈ വായൊന്ന് അടച്ചു വെച്ചൂടെ? കടം കയറി ജപ്തിയായ സമയത്ത് നിങ്ങളുടെ കയ്യിൽ കാശുണ്ട്, പക്ഷേ അത് അടച്ച് കടം വീട്ടാൻ നിങ്ങൾ തയ്യാറായില്ല. ആ സമയത്ത് നീ ഇവനെയും കൊണ്ട് കൈ പിടിച്ച് ആ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്തും കമല എന്താണ് പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ, നിങ്ങൾ പൊക്കോ കുഴപ്പമില്ല, പക്ഷേ എല്ലാത്തിനും കൂട്ടായി കൂടെ ഉണ്ടാവണം എന്ന് മാത്രമേ ആ പാവം അന്നും പറഞ്ഞുള്ളൂ. അതുകൊണ്ട് നീ ദൈവത്തെ മറന്നൊന്നും പറയല്ലേ, നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നന്നായിട്ടെന്ന് ആലോചിക്കണം എന്നൊക്കെ മാഷ് പറയുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ജീവൻ സമാധാനത്തോടെ പൊക്കോടെ, നീ വായടച്ച് നിൽക്കാൻ പറയാണ് എന്നും പറഞ്ഞ് മാഷ് അങ്ങ് പതുക്കെ നടക്കുകയാണ്. കാണേണ്ടവരെല്ലാം കയറി കണ്ടോ, ഓരോരുത്തർ വേണം കാണാൻ. എന്നിട്ട് ശ്രീജടുത്ത് പറയാണ്, നീ നിൻ്റെ മോളെ കൊണ്ടുവന്ന് അച്ഛമ്മയെ കാണിക്കണം, ജീവൻ പോകുന്നതിന് മുമ്പ് അവൾക്കൊന്ന് കാണാൻ പറ്റട്ടെ എന്നൊക്കെ പറഞ്ഞ് മാഷ് സങ്കടത്തോടെ പോവുകയാണ്. അങ്ങനെ ഓരോരുത്തർ കയറി കാണുകയാണ്. അപ്പം അതിനുശേഷം ശ്രീജ കയറി കണ്ടിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ നന്ദിനി പറയാണ്, ഓരോരുത്തരുടെയൊക്കെ അഭിനയം എന്തൊക്കെ അഭിനയമാണ്, നന്ദിനിക്ക് ഇതേപോലെ അഭിനയിക്കാനെന്ന് പറഞ്ഞുകൂടെ, നന്ദിനിയുടെ മനസ്സിലുള്ളത് തുറന്ന് തന്നെ കാട്ടും എന്ന് പറയുകയാണ്. അപ്പോൾ വിനായകനാണെങ്കിൽ ഇങ്ങനെ നന്ദിനിയെ നോക്കുന്നുണ്ട്, ഞാനൊന്ന് പോയി കണ്ടിട്ട് വരട്ടെ എന്ന് നന്ദിനി പറയുന്നുണ്ട്. അപ്പം വിനായകൻ ചോദിക്കുന്നുണ്ട്, അത് വേണോ? ആ വേണം, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ കാരണം നിങ്ങളുടെ അമ്മയ്ക്കൊന്നും സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ അകത്തേക്ക് പോവുകയാണ്. ഈ സമയത്ത് ICUയിലേക്ക് മാറ്റിയ രാധികയ്ക്കാണെങ്കിൽ അസുഖം കൂടുകയാണ്. അപ്പം ഡോക്ടറാണെങ്കിൽ തരുണിനെയും സേതുലക്ഷ്മിയും വിളിച്ചിട്ട് പറയുന്നുണ്ട്, എന്തായാലും രാധികയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം, ഉറച്ച തീരുമാനം തന്നെ എടുക്കണം, രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് എന്തായാലും കിട്ടത്തില്ല, ആരെങ്കിലും ഒരാളുടെ ജീവൻ മാത്രമേ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയാണ്. അപ്പോൾ സേതുലക്ഷ്മി ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഡോക്ടർ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ആ അവസ്ഥയെല്ലാം കഴിഞ്ഞു പോയി. അവസാനം തരുൺ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ രാധികയെ വേണമെന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. സേതുലക്ഷ്മി കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അങ്ങനെ രാധികയെ വേണമെന്ന് തരുൺ പറയുകയാണ്. അതിനുശേഷം അരുണ സിസ്റ്റർ വരുമ്പോൾ ഉടനെ
വേദ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ രാധികയ്ക്ക് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട് രണ്ടുപേരും കൂടെ ഒരുമിച്ച് കിട്ടത്തില്ല, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഇപ്പം മാറ്റും, ഒരാളെ മാത്രമേ കിട്ടത്തുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ വേദ പറയാണ് എനിക്ക് ആ അമ്മയൊന്ന് കാണണം. അപ്പം അരുണ പറയുന്നുണ്ട് ഇപ്പം പോകണ്ട, ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് വരാമെന്നും പറഞ്ഞുകൊണ്ട് പോവുകയാണ്. അപ്പം നേരെ സേതുലക്ഷ്മിയുടെ അടുത്തേക്ക് പോവുകയാണ്, ഐസുവിൻ്റെ ഫ്രണ്ടിലേക്ക്. ഈ സമയത്ത് പലവട്ടവും ഗുണ്ടകൾ വന്ന് അവിടെ വേദയെ തിരക്കുന്നുണ്ട്. അപ്പം വേദ ഇതൊന്നും അറിയുന്നില്ല. അങ്ങനെ സേതുലക്ഷ്മിയുടെ അടുത്തേക്ക് ചെല്ലുമ്പം സേതുലക്ഷ്മിയാണെങ്കിൽ മനസ്സ് തകർന്നിരിക്കുന്ന സേതുലക്ഷ്മിയാണെങ്കിൽ വേദയെ കാണുമ്പോൾ പൊട്ടിക്കരയുകയാണ്. അപ്പോൾ തരുണും അവിടെ ഇരിപ്പുണ്ട്. എന്തായാലും ആരെങ്കിലും ഒരാളെ മാത്രമേ കിട്ടത്തോളെന്ന് ഡോക്ടർ പറഞ്ഞേക്കുന്നത് എന്ന് സേതുലക്ഷ്മി പറയുന്നുണ്ട്. അങ്ങനെ സിസ്റ്റർ വന്ന് വീണ്ടും വേദയെടുത്ത് പറയുന്നുണ്ട് വേദ ഇവിടെ ഇരിക്കേണ്ട, ഡോക്ടർ പറഞ്ഞ മുറിയിലേക്ക് പോകാമെന്ന് പറയാണ്. അപ്പം ആദ്യം വേദ പോകാൻ തയ്യാറാവുന്നില്ല. അവസാനം സേതുലക്ഷ്മി പറഞ്ഞോളൂ മോള് പൊക്കോ, മോൾ ഇവിടെ ഇരിക്കേണ്ട എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സേതുലക്ഷ്മിയുടെ അടുത്ത് നിന്ന് വേദ പോവാണ്. പോകുന്ന വഴിയിൽ വേദ ഗുണ്ടകൾ അവിടെ അന്വേഷിക്കുന്നത് കാണുന്നുണ്ട്. ഒരു അറ്റൻഡൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഗൈനക്കോളജി വിഭാഗത്തിൽ അവൾ കാണുന്നത്. അപ്പം അറ്റൻഡർ പറയുന്നുണ്ട് അവിടെ എനിക്ക് കയറാൻ പറ്റത്തില്ല, ഡോക്ടറിനും സിസ്റ്ററിനും മാത്രമേ എനിക്ക് കയറാൻ പറ്റത്തുള്ളൂ. പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾ പൈസ തന്നതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി ഇവിടെ ഉണ്ടോ എന്ന് ഞാൻ അന്വേഷിക്കാം. പിന്നെ അതുപോലെ രജിസ്ട്രിയിൽ തന്നെ ഇങ്ങനെ ഒരു പേര് ഞാൻ കണ്ടെത്തിയിട്ടില്ല, പക്ഷേ രജിസ്റ്റർ ഒരു പേര് വെട്ടിയിട്ട് പേര് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഗുണ്ടകൾ ചോദിക്കുന്നുണ്ട് ആ പെൺകുട്ടിയെ ഒന്ന് കാണാൻ പറ്റുമോ, ഫോട്ടോ കാണിച്ചിട്ട് പറയാണ് ഇതാണ് പെൺകുട്ടി, അന്വേഷിക്കണം, എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കണം എന്ന് പറയാണ്. ഇതൊക്കെ വേദ ഒളിച്ചിന്ന് കേൾക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഒരു ഗുണ്ടയുടെ ഫോണിലേക്ക് റിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എടുത്തിട്ട് പറയുന്നുണ്ട് സാറേ, ശ്രീകാന്ത് സാറേ എന്തായാലും ഏതാ സ്ഥലത്താണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ ആളെ കണ്ടെത്തുമെന്ന് പറയാണ്. ഇത് വേദ കേൾക്കുന്നുണ്ട്. അപ്പം ശ്രീകാന്ത് വേദ എവിടെ ഉണ്ടെന്ന് കണ്ടെത്തിയുള്ള കാര്യം വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഗുണ്ടകളങ്ങ് പോവുകയാണ് ഒളിച്ചിന്ന്. വേദയ്ക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് പെയിൻ ഉണ്ടാവുകയാണ്. അപ്പോഴത്തേക്ക് ഒരു സിസ്റ്റർ ഓടി വന്ന് വീൽ ചെയറുമായിട്ട് അറ്റൻഡറും ഓടി വരുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് വേദ നേരെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ സമയത്ത് ഡോക്ടർമാർ രാധികയാണെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റിയാണ്. അപ്പം ഒരു സിസ്റ്റർ ഓടി വന്നിട്ട് പറയുന്നുണ്ട് വേദയ്ക്ക് പെയിൻ തുടങ്ങിയെന്ന്. അങ്ങനെ വേദയെ ലേബർ റൂമിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോഴത്തേക്ക് രാധികയും അവിടെ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. സേതുലക്ഷ്മിക്ക് മനസ്സിലാവുന്നുണ്ട് വേദയാണ് കൊണ്ടുവരുന്നതെന്ന്. അങ്ങനെ സേതുലക്ഷ്മി ഓടി ചെല്ലിയാണ് വേദയെടുത്തേക്ക്. അപ്പം വേദയെടുത്ത് പറയുന്നുണ്ട് മോളെ രാധിക ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റുന്നുണ്ട്, മോൾക്ക് കുഴപ്പമൊന്നുമില്ല, മോളെല്ലാം നന്നായിട്ട് തന്നെ നടക്കും, പേടിക്കണ്ട എന്ന് പറയാണ്. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞിട്ട് സേതുലക്ഷ്മി പെട്ടെന്ന് അങ്ങ് പോവുകയാണ്. അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് രാധികയെ മാറ്റുകയാണ്. വേദയെ ലേബർ റൂമിലേക്ക് മാറ്റുകയാണ്. അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുവരുമ്പോഴത്തേക്ക് പ്രഷർ ഡൗണായി രാധികയുടെ കാര്യം ഇച്ചിരി സീരിയസ് ആവുന്നുണ്ട്. അങ്ങനെ അവസാനം രാധിക മരിക്കുകയാണ്. സേതുലക്ഷ്മിക്ക് അത് താങ്ങാൻ പറ്റുന്നതിന് അപ്പുറമായിരുന്നു. ഡോക്ടർമാർക്ക് രാധികയും കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. അവസാനം സേതുലക്ഷ്മി ചോദിക്കുന്നുണ്ട് രണ്ടുപേരെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ലെന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, രണ്ടുപേരെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ലെന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് വേദയാണെങ്കിൽ ഭയങ്കരമായിട്ട് വീണെടുത്തിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് അരുണ സിസ്റ്റർ വരുമ്പോൾ രാധികയുടെ കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അരുണ പറയുന്നുണ്ട് അത് അവർ രണ്ടുപേരും പോയെന്ന് പറയണം. ഇത് വേദയ്ക്ക് കൂടുതൽ ഷോക്കാവുകയാണ്. അങ്ങനെ ലേബർ റൂമിലേക്ക് സേതുലക്ഷ്മി വരികയാണ്. അപ്പം വേദയെ കാണുമ്പോഴത്തേക്ക് പൊട്ടിക്കരയാണ്. മോളെ രണ്ടുപേരെ രക്ഷപ്പെടുത്തി പറ്റിയില്ല, തരുൺ എങ്ങനെ ഇതിനെ മറികടക്കുമെന്ന് എനിക്കറിയത്തില്ല, തരുൺ ഇവിടെ ഇല്ല, തരുൺ വരുമ്പോൾ ഇതെങ്ങനെ സഹിക്കും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ വന്നിട്ട് പറയാണ് മാഡം ഇവിടുന്ന് പോകണം, വേദയുടെ കണ്ടീഷൻ മോശമാണ്, ഇപ്പം ലേബർ പെയിൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ് സേതുലക്ഷ്മി അവിടുന്ന് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ വേദയെ ചോദിക്കാനുള്ള സജ്ജീകരണങ്ങളെല്ലാം അവിടെ ചെയ്യുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് കമലമ്മയെ കാണാൻ നന്ദിനി കയറുന്നുണ്ട്. നന്ദിനി അകത്ത് നിന്നിട്ട് പറയാണ് ഞാൻ എന്ത് പറഞ്ഞാലും എല്ലാം തലതിരിഞ്ഞാവേ വരത്തുള്ളൂ, അമ്മയെ ഇത്രയും കഷ്ടപ്പെടുത്തൽ, ജീവിച്ചിരിക്കുമ്പോൾ ആരെയും ദ്രോഹിക്കാത്ത സ്ത്രീയാണ്, അതുകൊണ്ട് അമ്മ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തൽ ദൈവമേ, അതുമാത്രമല്ല ബാധ്യത കൂടിയ അമ്മായിയപ്പനെ ഇനിയും കൂടുതൽ കടക്കാരനാക്കല്ലേ, അമ്മയ്ക്ക് കൂടുതൽ കഷ്ടപ്പെടേണ്ടവരല്ലേ എന്ന് പറഞ്ഞിട്ട് കമലമ്മ എടുത്ത് പറയണം അമ്മ എല്ലാം നല്ല രീതിയിൽ തന്നെ അവസാനിക്കും എന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി ഇറങ്ങിയാണ്. സിസ്റ്ററാണെങ്കിൽ ഇങ്ങനെ നോക്കുകയാണ് നന്ദിനി എന്തൊക്കെയാണ് ഈ പറഞ്ഞിട്ട് പോയെന്ന് സിസ്റ്ററിന് പോലും മനസ്സിലാവുന്നില്ല. അങ്ങനെ നന്ദിനി ഇറങ്ങിയതിന് ശേഷം കമലമ്മയ്ക്ക് പെട്ടെന്ന് അസുഖം കൂടുകയാണ്. അപ്പം സിസ്റ്ററാണെങ്കിൽ ഡോക്ടറിനെ വിളിക്കുന്നുണ്ട്. ഡോക്ടർ പെട്ടെന്ന് ആ പേഷ്യൻറ്റിൻ്റെ അസുഖം കൂടിയെന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുന്നുണ്ട്. അങ്ങനെ കമലമ്മയ്ക്ക് അസുഖം കൂടുകയാണ്. രാധിക മരിക്കുകയും രാധികയുടെ കുഞ്ഞിനെയും കിട്ടാതാവുകയാണ്.